പാലക്കാട് പടലിക്കാട് കമ്മ്യൂണിറ്റി ഹാളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ. കമ്മ്യൂണിറ്റി ഹാളിൽ യാതൊരു സൗകര്യവും സുരക്ഷയും ഇല്ലെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. അരുണാലത്തു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പ്രവേശനോത്സവം വളരെ മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കുമ്പോൾ പാലക്കാട് പടലിക്കാട് ഉള്ള സ്കൂളിലെ കുട്ടികൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഹാളിലേക്ക് അവരുടെ പ്രവേശനോത്സവം ചുരുക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പടലിക്കാട് സ്കൂളിൽ ഗോക്കോ അക്കാദമി നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ അടുത്തിടെ കുറേ കുഴികൾ എടുത്തിരുന്നു. ആ കുഴികളിലൊക്കെ മഴ പെയ്തതോടുകൂടെ ശക്തമായ വെള്ളം കയറുകയും തുടർന്ന് അവരുടെ പ്രവേശനോത്സവം ഈ സ്കൂളിൽ സംഘടിപ്പിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം വലിയ അപകട കുഴികളാണ് സ്കൂൾ മുറ്റത്ത് നിറയെ ഉള്ളത്. കുട്ടികളെ കുരുന്നുകളോ മറ്റോ അതിനകത്ത് വലിയ ആളുകൾ പോലും വീണ് കഴിഞ്ഞാൽ അതിന് മുങ്ങിപ്പോകുന്ന തരത്തിൽ ആഴമുള്ള കുഴികളാണ്. അത്തരം കുഴികൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചാൽ അത് കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയാണ് എന്നുള്ള ഒരു ആശങ്ക രക്ഷിതാക്കളും മറ്റുമൊക്കെ അറിയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അവർ അതിനൊരു പ്രതിഷേധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതോടുകൂടെയാണ് ഒരു കമ്മ്യൂണിറ്റി ഹാളിലേക്ക് പ്രവേശനോത്സവം മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറയുമ്പോൾ അതിലാകെ ഒരു ടോയ്ലറ്റേ ഉള്ളൂ. ഇത്രയേറെ കുട്ടികളുണ്ട്, അധ്യാപകരുണ്ട്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് അല്ലേ? എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയിരിക്കുന്നു പ്രവേശനം? സ്കൂളിൽ അവിടെ കുഴിയൊക്കെ കുഴിച്ചു കാരണം കുട്ടികൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞു ഇവിടെ വെച്ചിട്ടാണ് നടത്തുന്നത് പറഞ്ഞു. ഞങ്ങൾ സമ്മതിക്കാതിരിക്കാൻ വഴിയില്ലായിരുന്നു. പിന്നെ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ സമ്മതിച്ചു. അപ്പോൾ അവിടെ കുഴിയെ കുഴിച്ച് അബദ്ധവശാൽ കുട്ടികൾ അങ്ങോട്ട് പോകുമ്പോൾ എടുക്കുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ അതൊരു ഇത് കാരണം പേടിയാണ് അവിടെ പോകാന്നുള്ളത് പേടിയാണ്. കാരണം ഞങ്ങളുടെ കുഞ്ഞുമക്കളല്ലേ LKGക്ക് ഇപ്പം ചേരുന്ന കുട്ടിയാണ്. ഞങ്ങൾക്ക് പേടി തന്നെയാണല്ലോ. ഞങ്ങൾ എന്നിട്ട് പ്രവേശനോത്സവം പറഞ്ഞാൽ സ്കൂളിലേക്കല്ലേ ആദ്യം കാലെടുത്ത് വെക്കേണ്ട കുട്ടികൾ, അല്ലാതെ കമ്മ്യൂണിറ്റി ഹാളിലേക്കല്ലോ. എന്നിരുന്നാലും ഞങ്ങൾ സ്കൂളിൽ പോയി LKG ക്ലാസ് തുറന്ന് ബെഞ്ചിൽ ഇത്തിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളുടെ സുരക്ഷിതത്തോടെ ആവശ്യം ഞങ്ങൾക്ക് ആ കുഴി പ്രശ്നമാണ്. അത്ര തന്നെ. കമ്മ്യൂണിറ്റി ഹാളിലും ഒരു ടോയ്ലറ്റ് ഒക്കെ ഉള്ളൂ അല്ലേ? അത് ടോയ്ലറ്റ് ആണെങ്കിൽ വൃത്തിയില്ല, വെള്ളം ഇല്ലെന്ന് പോകുമ്പോൾ നോക്കുമ്പോൾ ഒട്ടും വൃത്തിയില്ല, വെള്ളമില്ല. പിന്നെ സ്കൂളിലേക്ക് വിടാൻ പറ്റുന്നൊരു ഇവിടെ പ്രവേശനോത്സവം പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു കമ്മ്യൂണിറ്റി ഹാളിലേക്കല്ല വിടണത്, സ്കൂളിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കമ്മ്യൂണിറ്റി ഹാളിലേക്ക് വിടാൻ പറ്റുന്നവർ മാത്രം വിട്ടാൽ മതി, അല്ലാത്തവരുടെ വീട്ടിലിരുത്താൻ പറഞ്ഞു. അങ്ങനെ പറയാൻ ഇന്നലെ അവിടെ മീറ്റിങ്ങിലുണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ തന്നെ എനിക്കും പറയാനുള്ളത്, ഞങ്ങളുടെ മക്കൾക്ക് ഒരു സുരക്ഷിതമായിട്ട് സ്കൂളിൽ എത്തണം. കാരണം ഇപ്പോൾ പറയുന്ന ആൾക്കാരൊക്കെ ഓരോരോ ഇന്നലെ ഭയങ്കര പ്രശ്നമായി. അവിടെ ആൾക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇന്നലെ എല്ലാവരും വന്ന് ഞങ്ങളുടെ അമ്മമാരത് ചാടിക്കളിക്കുകയായിരുന്നു. ഭയങ്കര പ്രശ്നമായി. MLA സാറൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു, പ്രഭാകർ സാറുണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങൾ ചെറുതായി ചൂടായിട്ടൊക്കെ സംസാരിച്ചു. ഞങ്ങൾ അമ്മമാർ ഞങ്ങളുടെ മക്കളുടെ ആശങ്കകൾ ഞങ്ങളോട് ഇന്നലെ പറഞ്ഞത്. അവരെ ഞങ്ങളെ സമാധാനിപ്പിക്കേണ്ട പരം അവരും ചൂടായിട്ട് സംസാരിച്ചത്. നിങ്ങൾക്ക് വിടാൻ പറ്റുകയാണെങ്കിൽ വിട്ടാൽ മതി, അല്ലെങ്കിൽ വീട്ടിലിരുത്തിക്കോളി, നിങ്ങൾ ധാരണയൊക്കെയാണ് പറഞ്ഞവർ, പറയാതെ പറഞ്ഞവർ. അതിൽ ചെറിയ മക്കളാണ്. ഈ മക്കൾക്കൊക്കെ ഈ ചെയറിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനത്തെ ചെയറിലൊക്കെ ഇരുന്ന് പഠിക്കണം, മക്കൾ ഈ സ്കൂളിൽ വന്നാൽ മതി, അല്ലാത്തവർ വരണ്ട. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ. ഞങ്ങളെ പോലെ പാവപ്പെട്ട ആൾക്കാരും സ്കൂൾ പഠിപ്പിക്കുന്ന സ്കൂളല്ലേ അത്. അപ്പോൾ അതൊക്കെ നന്ന് ആലോചിച്ചിട്ട് വേണ്ട ഇവരിതൊക്കെ പറയണമെങ്കിൽ. അങ്ങനത്തെ അത്രയൊക്കെ ഞങ്ങൾക്ക് പറയാം. ഈ ഹാളിൽ കുറച്ചുകൂടെ സൗകര്യങ്ങൾ വേണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്കൂളിൻ്റെ ആ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ്. സ്കൂളിൽ ഞങ്ങൾക്ക് പരിഹരിക്കണം. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് എന്തായാലും അവിടെ വേണം. ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന സ്കൂളല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് പരിഹരിച്ച് കിട്ടണം. അപ്പോൾ അവർക്കൊരു ബോർഡ് വെക്കണം, അവർക്ക് പഠിപ്പിക്കാൻ. ഇങ്ങനെ വായിൽ പറഞ്ഞു കൊടുത്തൊന്നും അറിയില്ലല്ലോ. എന്നാലും ഒരു ബോർഡിൽ എഴുതി കൊടുത്താലല്ലേ അറിയുള്ളൂ. അപ്പോൾ ഇവരിതൊക്കെ മാറ്റി തരണ്ടേ ഞങ്ങൾക്ക്? അപ്പോൾ ഞങ്ങൾക്ക് സ്കൂൾ തന്നെ എന്തെന്നായാലും വേണം. എന്നാൽ പിന്നെ ഇവർ 2 മാസം വെക്കേഷനിൽ എന്നാൽ പറയണ്ടേ ഞങ്ങൾക്കൊന്ന് ഇവിടെ എങ്ങനെ കുഴി കുത്തുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവർ അപ്പം പറയാമായിരുന്നു. പക്ഷേ ഞങ്ങളിപ്പോൾ സ്കൂൾ ഇന്ന് നാളെ തുറക്കുകയാണ് പറഞ്ഞാൽ പ്രവേശനോത്സവം വരുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്കൂൾ തുറക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് നേരത്തെ കാലത്ത് ഒരാഴ്ച മുന്നേ കുഴി കുത്തി വെച്ച് ഞങ്ങൾ എന്താ ചെയ്യുക? ഇവിടെ ആണെങ്കിലും ഡേഞ്ചറാണ്. കാരണം സ്റ്റെപ്പ് മോളിക്കുണ്ട്, കുട്ടികൾ വീഴില്ല എന്ന് പറയാൻ പറ്റില്ല. ഹൈറ്റിലാണ് നല്ല സ്റ്റെപ്പ്, കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുമാണ്. കുട്ടികൾ കയറി കളിക്കില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇവിടെ അപകടമാണെന്ന് തോന്നുന്നു. സുരക്ഷ ഉറപ്പാക്കണം, ടോയ്ലറ്റൊക്കെ വേണം അല്ലേ? ടോയ്ലറ്റ് വേണം. പിന്നെ ഞങ്ങൾക്ക് അതുപോലെ ഇപ്പം 4 പേരെയാണ്. ഈ 4 ക്ലാസ് റൂം എങ്ങനെ ഇവർ തരംതിരിച്ച് തരും? ഒരു കമ്മ്യൂണിറ്റി ഇതിൽ ഹാളല്ലേ ഉള്ളൂ. പിന്നെ മേലേക്ക് പറ്റില്ല. അപ്പോൾ താഴേക്ക് എന്തൊക്കെ ഇവർ ചെയ്തു തരും? ഇവർ പെട്ടെന്ന് ഇവിടേക്ക് മാറ്റാൻ വേഗം പറഞ്ഞു. 10 കുട്ടികളാണെങ്കിൽ 40 കുട്ടികൾ 4 തരം ഉണ്ടല്ലോ, 4 ക്ലാസ് വരെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളാണ് സുരക്ഷിത. അപ്പോൾ ഞങ്ങൾ വന്ന് ഇവർ നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു മാർഗ്ഗങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഇവർ ഇന്ന് ഞങ്ങളിപ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് അത് നല്ല വിഷമമുണ്ട്. ഇത്രയും കാലം ഇവർ കൊക്കോ കളി ഇവിടെ സ്റ്റേജ് ഉണ്ടായിരുന്നല്ലോ,
ഇത്രയും കാലം കൊക്കോ കളി ഉണ്ടായിരുന്നു, വർഷങ്ങൾക്കോളം ഉണ്ടായിരുന്നു. എന്നാൽ നേരത്തെ കാലത്ത് പറയണം ഇങ്ങനെ ഒരു സ്റ്റേജ് വരുന്നുണ്ട്, 2 വർഷം വെക്കേഷൻ ഉണ്ടായിരുന്നു, ഇതൊന്നും അവർ പറയാതിരുന്നല്ലോ. അത് തന്നെയാണ്, വളരെ ന്യായമായ കാര്യങ്ങളാണ് ഈ രക്ഷിതാക്കൾ പറയുന്നത്. ഈ കമ്മ്യൂണിറ്റി ഹാളിനെ സംബന്ധിച്ചിടത്തോളം ഈ 4 ക്ലാസ്സുകൾ എങ്ങനെയാണ് ഇവിടെ തരംതിരിക്കുക എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. മാത്രമല്ല ഇത്രയേറെ ആളുകൾക്ക് അവിടെ ഒരു ടോയ്ലറ്റ് സംവിധാനം കൃത്യമായിട്ടില്ല, ഉള്ള ടോയ്ലറ്റ് ആണെങ്കിൽ വൃത്തിയില്ല എന്നൊരു പരാതി പറയുന്നുണ്ട്. ഇവിടെ സ്റ്റെപ്പ് ഇതിൻ്റെ മുകളിലേക്ക്, ഈ കെട്ടിടത്തിന് മുകളിലേക്ക് കുട്ടികൾ കയറി പോകുന്നു മറ്റൊക്കെ, ഇവിടെയും സുരക്ഷ കാര്യമായിട്ട് ഇല്ല എന്നുള്ളൊരു പരാതിയാണ് രക്ഷിതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സ്കൂളിലെ ആ ഒരു കുഴികളും മറ്റും തൂർത്ത് അവിടുത്തെ പ്രശ്നം പരിഹാരം വേണം എന്നൊരാവശ്യമാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പങ്കുവയ്ക്കുന്നത്.